ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. അതായത് നല്ല രീതിയിൽ ആനിമൽ പ്രോട്ടീനൊക്കെ കഴിച്ച് നല്ല മസിലൊക്കെ ഉണ്ടാക്കി സ്ട്രോങ് മാൻ കോമ്പറ്റീഷനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആശാന് വീഗനാവാം. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ കൈയും കാലോടിയും. സിആറിനെ പോലൊരു സോ കോൾഡ് സയന്റിഫിക് കമ്മ്യൂണിക്കേറ്റർ, എസൻസ് പോലെ സയൻസും റാഷണാലിറ്റിയും ട്രൂത്തും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഒരിക്കലും ഒരു വേദിയിൽ വന്നിട്ട് വീഗനിസം എന്ന് പറയുന്ന ഒരു ആശയം അടുത്ത കാലത്തായിട്ട് പൊതുവെ ലോകമെമ്പാടും ഇന്ത്യയിലും കേരളത്തിലും ഈവൻ കേരളത്തിൽ പോലും എയ്ത്തിയിസ്റ്റുകളുടെ ഇടയിൽ പോലും താല്പര്യമുള്ള ഒരു വിഷയമായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് എന്തുമാത്രം കാര്യമുണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം ശരിയുണ്ട്? അതെ, ശരിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പ്രസന്റ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ ഒരു കാര്യം ഒന്ന് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അത് ട്രൂത്ത്ഫുള്ളി ബയസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ പ്രസന്റ് ചെയ്യും എന്നൊരു മിനിമം പ്രതീക്ഷയെങ്കിലും നമുക്ക് കാണും. ഇനി ഈ പ്രതീക്ഷ എല്ലാം തെറ്റിച്ച സിആറിന്റെ ഈ പ്രസന്റേഷനിലെ ഒരു ഭാഗം നമുക്കൊന്ന് കണ്ടുനോക്കാം. എങ്ങനെയാണ് ഈ വീഗനിസം ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത് ഭയങ്കര തമാശയുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം അത് പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കതൊന്ന് അഡ്രസ് ചെയ്യാം. സോറി ഗൈസ്, അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട്. നമുക്ക് തമാശ ഇല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ഒരു ആശയം മാർക്കറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് എസൻസിൽ നിന്ന് തന്നെ പഠിക്കാം. കേരളത്തിലെ ചില സോ കോൾഡ് ഹ്യൂമനിസ്റ്റുകൾ എയ്ത്തീസവും അതുപോലെ തന്നെ അവരുടെ ആനുവൽ മീറ്റായ ലിറ്റ്മസ് എന്ന ഇവന്റും എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത് എന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം. സ്വപ്പം മ്യൂസിക് കേൾക്കാം. World biggest latest meter, till 2nd October. God is Harry Potter, let evidence meet. World biggest latest meter, till 2nd October. God is Harry Potter, let evidence lead. Come on baby, let's go to the litmus. On the baby, connect to the essence. You listen, let evidence lead. That is what they said time and again. Don't you know? You should know they always said. Public space should be secular. ഇനി ഓൺ സീരിയസ് നോട്ട്, ഇവിടെ സിആർ പറഞ്ഞു വെക്കുന്നത് വീഗനിസം മാർക്കറ്റ് ചെയ്യുന്നത് എന്തോ തമാശയുള്ള കാര്യമായിട്ടാണ്. എന്നിട്ട് മെയിൻലി കുറച്ച് സെലിബ്രിറ്റീസിനെയാണ് കാണിക്കുന്നത്. സെലിബ്രിറ്റീസിനെ വെച്ച് വീഗനിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ വീഗനിസം മാർക്കറ്റ് ചെയ്യുന്നത് ഇല്ലേ, വീഗനിസം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് ഈ ഒരു രീതിയിൽ മാത്രമല്ല. അതുപോലെ തന്നെ ഈ സെലിബ്രിറ്റീസിനെ കണ്ടിട്ടാണ് ആൾക്കാർ വീഗൻ ആവുന്നത് എന്നുള്ളതിന് സ്ട്രോങ് ആയിട്ടുള്ള ഡേറ്റ ഒന്നും ഇല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഡേറ്റ നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയുക. ഞങ്ങൾ ഇതുവരെ അങ്ങനത്തെയുള്ള ഡേറ്റ കണ്ടിട്ടില്ല. പക്ഷേ നമുക്ക് ഉള്ള ഡേറ്റ വെച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് യു കെയിലെ ഉദാഹരണം. അവിടെ വീഗൻസും അതുപോലെ തന്നെ വെജിറ്റേറിയൻസ് ആവുന്നതിൽ നല്ലൊരു ഭൂരിഭാഗം ഹ്യൂമനിസ്റ്റുകളാണ്. അവരുടെ വെബ്സൈറ്റിൽ തന്നെ 2021 പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളിൽ പറയുന്ന പ്രകാരം ഏകദേശം 40% ഹ്യൂമനിസ്റ്റുകൾ വീഗൻസും വെജിറ്റേറിയൻസും ആണെന്നുള്ള കാര്യമാണ്. ഇനി ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം കാണാവുന്നതാണ്. അവരവരുടേതായിട്ടുള്ള ആശയങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ടൂളാണ് മാർക്കറ്റിംഗ്. അതിപ്പോൾ നിങ്ങൾ ഇച്ചിരി മുമ്പ് കണ്ട പോലെ തന്നെ എയ്ത്തീസ്റ്റുകളും അവരവരുടെ ലിറ്റ്മസ് എന്ന ഇവന്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഓടി നടന്ന് മാർക്കറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വീഗൻസ് മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് അത് തമാശയായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ ആര് മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതിനുപരി മാർക്കറ്റ് ചെയ്യുന്നതിൽ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. എങ്ങനെയാണ് ഈ വീഗനിസം ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത് ഭയങ്കര തമാശയുള്ള ഒരു കാര്യമാണ്. ഈ കാണുന്ന ആള് പാട്രിക് ബോബുമാൻ എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്ന ഒരു ജർമ്മൻ കാരനാണ്. പുള്ളി മറ്റേ സ്ട്രോങ് മാൻ കോൺടെസ്റ്റിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, വലിയ ക്യാനൻ ബോൾ എടുത്ത് ഉരുട്ടി കയറ്റുക, ക്യാനൻ ബോൾ അല്ല, അറ്റ്ലസ് സ്റ്റോൺ, വലിയ തടിയെടുത്ത് പൊക്കുക, ഇങ്ങനെയുള്ള കോൺടെസ്റ്റ് ഉണ്ട്. സ്ട്രോങ് മാൻ കോൺടെസ്റ്റ് എന്ന് പറയും. വെയ്റ്റ് ലിഫ്റ്റിംഗ് പോലെയൊക്കെ തന്നെ, പക്ഷേ ഇതിൻ്റെ ഒരു വേറൊരു ക്രൂഡ് വേർഷൻ. ഇദ്ദേഹം പ്ലാൻ ബേസ്ഡ് ഡയറ്റിലേക്ക് മാറി എന്ന് പറഞ്ഞിട്ടാണ് ഈ ആൾ കണ്ടില്ലേ ഇങ്ങനെ ഇലയൊക്കെ കടിച്ചു പിടിച്ച് പശുവൊക്കെ നിൽക്കുന്ന പോലെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റൈലിലൊക്കെ ഇങ്ങനെയൊക്കെ നിന്നാണ് അഡ്വർടൈസ് ചെയ്യുന്നത്. നിങ്ങൾ വീഗനിസ്റ്റ് ആവൂ, ഇയാൾക്കാവാമെങ്കിൽ. ഇവരൊക്കെ ചോദിക്കുന്ന കാര്യമുണ്ട്, കാട്ടുപോത്തിന് വലിയൊരു വെജിറ്റേറിയൻ ജീവിയല്ലേ, കാട്ടുപോത്തിന് ബലമുണ്ടാവാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല? ഇവിടെ സിആർ പറയുന്നത് ശരിയാണ്. വീഗൻസ് ആരെങ്കിലും ഈ ഒരു ആർഗ്യുമെന്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി ഒന്നുകൂടെ ചിന്തിക്കുക. ഇത് പ്രോപ്പറായിട്ടുള്ളൊരു ആർഗ്യുമെന്റ് അല്ല. കാരണം കാട്ടുപോത്തിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ല നമുക്കുള്ളത്. അതാണ് മെയിൻ പ്രശ്നം. ഇദ്ദേഹം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എപ്പോഴാണ് മാറിയത്? 2005 ഇദ്ദേഹം വീഗനായിട്ട് മാറിയത്. ഇവിടെ സിആറിന് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇദ്ദേഹം വീഗനായത് 2011 2005 ഇദ്ദേഹം വെജിറ്റേറിയൻ ആയിട്ടേ ഉള്ളൂ.
അതായത് നല്ല രീതിയിൽ ആനിമൽ പ്രോട്ടീനൊക്കെ കഴിച്ച് നല്ല മസിലൊക്കെ ഉണ്ടാക്കി സ്ട്രോങ് മാൻ കോമ്പറ്റീഷനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആശാന് വീഗനാവാം. കാര്യം ബിൽഡിംഗ് ഒരു കാര്യമാണ്, അതിനുശേഷം മെയിൻ്റനൻസ് മറ്റൊരു കാര്യമാണ്. ഈ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അയാൾ ആനിമൽ പ്രോട്ടീനൊക്കെ കഴിച്ച് നല്ല മസിലൊക്കെ ഉണ്ടാക്കിയിട്ട് പറയുകയാണ് നിങ്ങളെല്ലാവരും വീഗൻ ഡയറ്റിലേക്ക് മാറും. ഇവിടെ സിആർ ഇതെന്തോ ഇയാളുടെ വീട് പണി കഴിഞ്ഞിട്ട് അതിനുള്ള മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന മാതിരിയാണ് മസിൽ ബിൽഡിങ്ങും മസിൽ മെയിൻ്റനൻസിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇദ്ദേഹം അങ്ങനെ പറഞ്ഞു വെക്കുന്നതായിട്ടാണ് തോന്നിപ്പോകുന്നത്. കുറേ ഡേറ്റ പറയാനുണ്ട്, കുറേ ഡേറ്റ പ്രസൻറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഇച്ചിരി ലെങ്തിയാണ്. കാര്യം ബിൽഡിംഗ് ഒരു കാര്യമാണ്, അതിനുശേഷം മെയിൻ്റനൻസ് മറ്റൊരു കാര്യമാണ്. ഈ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അയാൾ ആനിമൽ പ്രോട്ടീനൊക്കെ കഴിച്ച് നല്ല മസിലൊക്കെ ഉണ്ടാക്കിയിട്ട് പറയുകയാണ് നിങ്ങളെല്ലാവരും വീഗൻ ഡയറ്റിലേക്ക് മാറും. ഓ, ഇതാണോ സിആർ പറഞ്ഞ സയന്റിഫിക് ഡേറ്റ? ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീസൻ എന്നോട് പറഞ്ഞതല്ലേ. അപ്പോൾ സപ്പോസ് ഒരു വീഗൻ ഡയറ്റ് വഴി പാട്രിക് ബബൂമിയന് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കിട്ടിയിരുന്നില്ലേലും അത് അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ ബാധിക്കേണ്ടതാണല്ലോ. പക്ഷേ അതല്ലല്ലോ സംഭവിച്ചത്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ ബോഡി വെയിറ്റും അദ്ദേഹത്തിന്റെ ബോഡി സൈസും വെച്ചിട്ട് പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അന്നത്തെ കാലത്ത് പല റെക്കോർഡുകളും ഒരു വീഗൻ ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ അനക്ഡോട്ട് വിട്, നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ഏറ്റവും ബെസ്റ്റ് സയന്റിഫിക് ഡേറ്റ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് എന്നൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആനിമൽ പ്രോട്ടീനെ കഴിച്ചാലേ മസിൽ ബിൽഡിംഗ് സാധ്യമാകത്തുള്ളൂ, ഇല്ലെങ്കിൽ മസിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കാനായിട്ട് ആനിമൽ പ്രോട്ടീൻസ് ആവശ്യമാണോ? നമുക്ക് സിആർ പറഞ്ഞതിനെ കുറിച്ച് കറന്റ് ഡേറ്റ എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ കറന്റ് ഒരു പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് കഴിക്കുന്ന വഴി ഒരു ഒമ്നിവോറസ് ഡയറ്റുമായിട്ട് സിമിലർ ആയിട്ടുള്ള മസിൽ പ്രോട്ടീൻ സിന്തസിസ് അത്ലീറ്റ്സിൽ നടക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടുള്ള ഇഷ്ടംപോലെ സ്റ്റഡീസ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ്. അപ്പോൾ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രോട്ടീൻ 1.6 grams per kilogram ഓഫ് ബോഡി വെയിറ്റ് കിട്ടുന്നിടത്തോളം ഒരു ഒമ്നിവോറസ് ഡയറ്റും അതുപോലെ തന്നെ ഒരു വീഗൻ ഡയറ്റും അല്ലെങ്കിൽ ഒരു പ്ലാന്റ് ബേസ്ഡ് ഡയറ്റും തമ്മിൽ മസിൽ പ്രോട്ടീൻ സിന്തസിസിന് അല്ലെങ്കിൽ മസിൽ ബിൽഡിങ്ങിന് യാതൊരു വ്യത്യാസവും വരുന്നില്ല എന്നത് നമുക്ക് കാണാൻ സാധിക്കും. മസിൽ പ്രോട്ടീൻ സിന്തസിസിന് 1.6 grams ഓഫ് പ്രോട്ടീൻ പെർ കിലോഗ്രാം ഓഫ് ബോഡി വെയിറ്റ്, അതിൽ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുന്നതുകൊണ്ട് മസിൽ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ മസിൽ ഹൈപ്പർട്രോഫിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്തതായിട്ടാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് എല്ലാം സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇതിനെപ്പറ്റി തന്നെ അടുത്ത സമയത്ത് വന്നിട്ടുള്ള ഒരു മെറ്റാ അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ സ്റ്റഡീസ് ഉണ്ട്, കുറേ മെറ്റാ അനാലിസിസ് ഉണ്ട്. മെറ്റാ അനാലിസിസിൻ്റെ അനാലിസിസ് അതിന് അംബ്രല റിവ്യൂ എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് എവിഡൻസ് ആണ്. അതെ, അത്യാവശ്യം ഹൈ ക്വാളിറ്റി എവിഡൻസ് ആയിട്ടുള്ള ഒരു മെറ്റാ അനാലിസിസ് പറയുന്നത് ഈ പ്രകാരമാണ്. Plant-based diets are great for overall health as well as athletic performance, according to a new meta-analysis from the British Journal of Nutrition. Combined results from numerous trials suggest that plant-based diets improve aerobic performance and that they are just as good as omnivorous diets for strength and power-based exercise. They also were beneficial for lowering BMI. ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഏറ്റവും റബ്ബിഷ് ആയിട്ടുള്ള ആൻറ്റിവെയിൻ നോൺസെൻസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു സോ കോൾഡ് സയന്റിഫിക് പ്ലാറ്റ്ഫോമിൽ സിആർ ഇതെന്തോ വലിയ ആർഗ്യുമെൻ്റ് ആണെന്നുള്ള രീതിയിൽ പറയാൻ ശ്രമിച്ചത്. ഇത് വേറൊന്നുമല്ല, സ്വന്തം വയസ്സ് മൂലം ഒരു ശാസ്ത്രീയ അടിസ്ഥാനം ഇല്ലാത്ത എന്തൊക്കെയൊക്കെയോ വിളിച്ചു പറയുവാണ്. അതും ഇതൊക്കെ ഫുൾ കോൺഫിഡൻസിൽ വന്ന് സയൻസും റാഷണാലിറ്റിയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വേദിയിൽ വന്ന് എന്തോ വലിയ സയന്റിഫിക് ഫാക്ട്സ് ഒക്കെ പറയുന്ന പോലെ ഇത് പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. ഇക്കാലത്ത് ഏറ്റവും ലോ ലെവൽ കോൺസ്പിറസി തിയറീസ് പറഞ്ഞു നടക്കുന്ന ആൻറ്റി വീഗൻസ് പോലും ഈ സൈസിലുള്ള ആർഗ്യുമെന്റ്സ് ഒന്നും ഇപ്പോൾ പറയാറില്ല. വീഗനായിട്ടുള്ള ലിഫ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനത്തെയുള്ള നോൺസെൻസ് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് തന്നെ ലിഫ്റ്റിംഗ് ഫുട്ടേജ് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഒരാൾ പണ്ട് കഴിച്ചതിൻ്റെ ഇറച്ചിയുടെ ബലത്തിലാണ് ഇപ്പോഴും അയാൾ സ്ട്രോങ് മാനൊക്കെ ആയേ എന്നുള്ള രീതിയിലുള്ള മണ്ടത്തരമൊക്കെ പറഞ്ഞ് പരത്താൻ എസെൻസ് പോലുള്ള വേദികളിൽ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ സോ കോൾഡ് സയന്റിഫിക് ടെമ്പറും ഇവരുടെ ന്യൂട്രീഷണൽ ലിറ്ററസിയെ കുറിച്ചൊക്കെ നമുക്ക് ഊഹിക്കാമല്ലോ. ഇനിയും പാട്രിക് ബബൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള വ്യക്തിയാണ് എന്നൊന്നും ഞങ്ങൾ പറയത്തില്ല. അദ്ദേഹം വളരെ ചെറിയൊരു മനുഷ്യനാണ്, ഏകദേശം സിആറിനെ പോലെ തന്നെ ഹൈറ്റുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഹൈറ്റ് കുറഞ്ഞ വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഫിസിക്കലി കുറച്ച് ലിമിറ്റേഷൻസ് കാണും. അപ്പോൾ ഈ സ്ട്രോങ് മാൻ ഇവൻസിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല സൈസുള്ള ആൾക്കാരാണ് പൊതുവെ ഇതിൽ പങ്കെടുക്കുന്നത്. പക്ഷെ അതിൽ തന്നെ ഈ ഒരു ചെറിയ മനുഷ്യൻ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആ കാലത്ത് അത്യാവശ്യം റെക്കോർഡുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നല്ല ഹെവി വെയിറ്റ്സ് ഒക്കെ ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എഗെയിൻ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആളായിരുന്നു എന്നൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൈസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും അദ്ദേഹം നല്ല സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിലും ഇതൊരു കോപ്പിംഗ് മെക്കാനിസമാണ്. അതായത് ഒരു വീഗനായിട്ടുള്ള വ്യക്തി നല്ല ഹെവി വെയിറ്റ്സ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തോ ഇല്ല അത്യാവശ്യം നല്ല ഫിസിക്ക് ഡെവലപ്പ് ചെയ്യുന്ന സമയത്തോ പ്രത്യേകം ചില ആൻറ്റി വീഗൻസ് പറയുന്ന ഒരു സംഭവമാണ്, അതവർ പണ്ട് കഴിച്ചതിൻ്റെ മീറ്റിൻ്റെയും ആനിമൽ പ്രൊഡക്ട്സിൻ്റെയും എഫക്റ്റ് ആണെന്ന്. ഇത് നിസ്സാരം നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതായത് ഇത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണെന്ന്. എന്നിട്ട് പോലും ഇതുപോലത്തെ ഉള്ളൊരു സോ കോൾഡ് സയന്റിഫിക് വേദിയിൽ ഇതെല്ലാം ഫുൾ കോൺഫിഡൻസിൽ ഒരാൾക്ക് വന്ന് പറയാൻ സാധിച്ചു, അതും ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു സയന്റിഫിക് കമ്മ്യൂണിക്കേറ്റർ. ഇടയ്ക്കെങ്കിലുമൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ നോക്കണം. ഇനി കുറച്ച് മ്യൂസിക് ആവാം. World biggest atheist meeting, until 2nd October. God is Harry Potter, let evidence lead. ഇങ്ങനെ നിൽക്കുമ്പോൾ ഇയാൾ എന്തുമാത്രം സപ്ലിമെൻറ്റ്സ് എടുക്കണമെന്നും കൂടെ ആലോചിക്കുക. നീ നേരത്തെ പറഞ്ഞ സാധനങ്ങളെല്ലാം പ്ലാൻ ബേസ്ഡ് ഡയറ്റ് മാത്രം കഴിക്കുന്ന ആൾ സപ്ലിമെൻറ്റ് എടുത്തേ പറ്റുള്ളൂ. ഇവിടെ മിക്കവാറും സിആർ ഈ ഒരു വീഡിയോ ക്ലിപ്പ് ബേസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ഇങ്ങനെ പറഞ്ഞത്. Start the day off by taking my supplements. I am dividing the supplements into 3 different portions. One for the morning, one. ഇതിന് റെസ്പോൺസായിട്ട് എനിക്ക് പറയാനുള്ളത് സിആറിൻ്റെ അടുത്ത് ഇത് മാത്രമാണ്. ദയവായി അറിയാത്ത ഇതുപോലത്തെ കാര്യങ്ങളെക്കുറിച്ച്
ചുമ്മാ ഇങ്ങനെ താളം അടിക്കാതിരിക്കുക, കഷ്ടമുണ്ട്. അപ്പോൾ ഇതുപോലെ ഹൈ ലെവലിൽ പെർഫോം ചെയ്യുന്ന ആത്ലീറ്റ്സ് അവരുടെ പീക്ക് പെർഫോമൻസിനായിട്ട് പല സബ്സ്റ്റൻസുകളും പല സപ്ലിമെന്റ്സും യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അത് അവർ വീഗൻ ആയതുകൊണ്ടാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇത് ക്രിസ് ബംസ്റ്റഡ്, ഇദ്ദേഹം വളരെ പരിചിതമായിട്ടുള്ളൊരു ഫിഗർ ആയിരിക്കണം, പ്രത്യേകിച്ച് ബോഡി ബിൽഡിങ്ങിലൊക്കെ താല്പര്യമുള്ള ആൾക്കാർ. ഇദ്ദേഹം വീഗൻ അല്ല, പക്ഷേ ഇദ്ദേഹം എടുക്കുന്ന സപ്ലിമെന്റ്സ് ഉണ്ട്. Breakfast. So it will be like 10 calories at least. More than 10 calories. There's like 10 omegas in there. I do it every day. Oh no. പിന്നെ പറയുന്ന കാര്യമാണ് സെറീന വില്യംസ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവർ വീഗൻ ഇതിനകത്തേക്ക് മാറിയ സമയത്ത് അവർക്ക് അതിനെക്കുറിച്ച് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായി, കുറേ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡ് കഴിച്ചതിൻ്റെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അവർ വീഗനിസത്തിലേക്ക് വന്നു. ഭയങ്കര ഭേദമാണെന്നൊക്കെ പറഞ്ഞ് അവർ അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. സാമുവൽ ജാക്സൺ ഒരു ഫേമസ് ആയിട്ടുള്ള ഹോളിവുഡ് ആക്ടറാണ്. ഇനി ഇവരൊക്കെ പോയിട്ട് അതേ സ്പീഡിൽ തിരിച്ചു വന്ന ആളുകളാണ്. ആൻ ഹാത്വേ, അതുപോലെ സൈമൺ കോവൽ, നിങ്ങൾ മറ്റേ ഷോയ്ക്കകത്ത് എപ്പോഴും കാണുന്ന ഒരാളായിരിക്കും. അതുപോലെ മൈക്ക് ടൈസൺ, ഇവരെല്ലാവരും പോയിട്ട് ഡബിൾ സ്പീഡിൽ തിരിച്ചു വന്ന ആളുകളാണ്. എന്താണ് ചോദിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം ബ്ലോട്ടിങ്, ഫുൾ ടൈം. അതായത് ഈ പശുവിൻ്റെ ഒരു പ്രശ്നം എന്താണ്, ഈ പച്ച പുല്ലും അതും ഇതൊക്കെ തിന്നുമ്പോൾ വയറ്റിനകത്ത് ആക്ച്വലി ഇത് സത്യം പറഞ്ഞാൽ പ്യൂട്രിഫൈ ചെയ്യുകയാണ്. ഒരു പ്രത്യേക രീതിയിലായതിനു ശേഷം ഒരുപാട് ഗ്യാസ് പുറത്തേക്ക് വിടും. ഇവർക്കൊക്കെ വന്ന പ്രശ്നം അതാണ്. സോ ഫുൾ ടൈം ബ്ലോട്ടിങ്ങും ഗ്യാസുമാണ്, ഫ്ലാറ്റുലൻസ്, എപ്പോഴും വയറിങ്ങനെ വീർത്തിരിക്കും, ഗ്യാസ്. ഇതൊക്കെ ആയപ്പോഴത്തേക്കും അവർ നിർത്തി. അതുപോലെ അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. സ്ലോലി ഇവർ തിരിച്ച് ഇതിനകത്തേക്ക് വന്നു. ഇവിടെ സിആർ കുറച്ച് എക്സ് വീഗൻ ആയിട്ടുള്ള സെലിബ്രിറ്റീസിന്റെ കാര്യം എടുത്തു കൊണ്ടുവന്നിട്ട് അവര് വീഗനിസത്തിൽ നിന്ന് വിട്ടുപോയി, അതുകൊണ്ട് വീഗനിസം എന്ന ലൈഫ് സ്റ്റൈൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചോയ്സ് അല്ല എന്ന കാര്യമാണ് സിആർ ഇവിടെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ ഒരു കാര്യം പിന്തുടർന്ന് പോകുന്നതോ അതിൽ നിന്ന് വിട്ടുപോകുന്നതോ ആ കാര്യം ശാസ്ത്രീയമാണെന്നോ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആണെന്നോ കാണിക്കുന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ ഡേറ്റ പരിശോധിക്കുന്ന സമയത്ത് ജിമ്മിൽ പോയി തുടങ്ങുന്ന ഭൂരിഭാഗം ആൾക്കാരും കുറച്ച് മാസങ്ങൾക്ക് ശേഷം തന്നെ ജിമ്മിൽ പോകുന്നത് നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ജിമ്മിൽ പോകുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആണെന്നാണോ? അപ്പോൾ കുറേ ആൾക്കാർ ജിമ്മിൽ പോക്ക് നിർത്തുന്നത് വെച്ചിട്ട് ജിമ്മിൽ പോകുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ആൽക്കഹോളിൻ്റെ ഇൻടേക്ക് കൂടുന്നതായിട്ടും ആൽക്കഹോളിക്സ് വർദ്ധിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സിആർ പറഞ്ഞ ലോജിക്ക് വെച്ചിട്ട് കള്ളു കുടിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചോയ്സ് ആയിട്ട് പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ ചുരുക്കം പറയുവാണെങ്കിൽ ഇത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാനായിട്ട് റാൻഡമായിട്ടുള്ള അനക്ഡോട്ട്സ് എടുത്തുകൊണ്ട് വന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ സിആർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ ആലോചിക്കുകയുണ്ടായി, എന്തുകൊണ്ടായിരിക്കും സിആർ ഡേറ്റയൊന്നും പരിശോധിക്കാതെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള പേഴ്സണൽ എക്സ്പീരിയൻസുകളും അതുപോലെ തന്നെ വിവിധതരം അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ പ്രസൻറ്റേഷനിൽ പറയാൻ ശ്രമിച്ചതെന്ന്. അപ്പോഴാണ് ഞങ്ങൾ ഈ വീഡിയോ കാണാൻ വഴിയുണ്ടായത്. അപ്പോൾ ആ വീഡിയോയിലെ ചെറിയൊരു പോർഷൻ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിൽ ഓരോ ഘടകങ്ങളിലേക്കും എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ആദ്യത്തെ ഈ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുമ്പോൾ ഓൺലി പേയിങ് അറ്റൻഷൻ ടു ഇൻഫർമേഷൻ ദാറ്റ് കൺഫേംസ് യുവർ ബിലീഫ്, അല്ലേ? നിങ്ങളുടെ വിശ്വാസങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസിന് മാത്രം ശ്രദ്ധിക്കുക, അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. അതിലൂടെ അതിന് വെളിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അതിന് വെളിയിലുള്ള എല്ലാത്തിനെയും സംശയത്തോടെയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെക്കുറിച്ച് വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു രീതി. പിന്നെ ഒന്ന് റിഫ്യൂസിങ് ടു ലിസൺ ടു ദ ഒപ്പോസിങ് സൈഡ്. നിങ്ങളുടെ എതിർഭാഗം പറയുന്നത് എന്താണ് എന്ന് കേൾക്കാനുള്ള ക്ഷമയില്ലായ്മ, അതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുൻധാരണകളുടെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ. നോട്ട് കൺസിഡറിങ് ഓൾ ഓഫ് ദ ഫാക്ട്സ് ഇൻ എ ലോജിക്കൽ ആൻഡ് റാഷണൽ മാനർ. ഫാക്ട്സ് നമ്മുടെ മുമ്പിൽ പല ഫാക്ട്സും വരുമ്പോൾ അതിനെ ലോജിക്കലി അല്ലെങ്കിൽ റാഷണലി കൺസിഡർ ചെയ്യുന്നതിനുള്ള വിമുഖത. ഓൺലി ഫോളോയിങ് പീപ്പിൾ ഓൺ സോഷ്യൽ മീഡിയ ഹു ഷെയർ യുവർ വ്യൂ പോയിന്റ്സ്. ഇത് പലപ്പോഴും വലിയ സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന ആളുകൾ പോലും ഇത്തരത്തിലുള്ള എക്കോ ചേമ്പറുകളിൽ പെടാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ആളുകൾ മാത്രം എൻ്റെ കൂടെ നിന്നാൽ മതി, അതേപോലെ ഞാൻ കേൾക്കുന്നതും എനിക്ക് അത്തരത്തിലുള്ള ആൾക്കാരുടെ മാത്രം കേട്ടാൽ മതി എന്ന് ധരിക്കുന്നതിലൂടെ നിങ്ങളൊരു എക്കോ ചേമ്പറിൽ അകപ്പെടുകയും നിങ്ങളുടെ ചിന്താ പദ്ധതിക്ക് വെളിയിലുള്ള ആശയങ്ങളുമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികളുമായിട്ടോ പൊരുത്തപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെല്ലാം നിങ്ങളുടെ കൺഫർമേഷൻ ബയാസ് മൂലം നിങ്ങൾ ബ്ലെയിം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് നമ്മളെ നിരന്തരം വന്ന് ചൊറിയുകയും കമൻറ്റ് ഇടുകയും അതുപോലെ അബ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ ഒഴിവാക്കാതിരിക്കണം എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മളോട് വളരെ വ്യത്യസ്തമായ ആശയതലത്തിൽ പ്രവർത്തിക്കുക, എന്നാൽ വളരെ മാന്യമായി അവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ പോലും വ്യത്യസ്തമായ അഭിപ്രായമാണ് എന്നതിൻ്റെ പേരിൽ ഒഴിവാക്കുന്നത് നമ്മളെ ഇത്തരത്തിലുള്ള എക്കോ ചേമ്പറുകളിൽ തളച്ചിടാൻ കാരണമാകുന്നുണ്ട്. അതിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമുക്കുണ്ടാകുന്ന കൺഫർമേഷൻസ് നമ്മൾ പലപ്പോഴും മറ്റു വ്യക്തികളെ കുറ്റപ്പെടുത്തുന്നതിന് ഉപയോഗിക്കാറുണ്ട്.
ചൂസിങ് ന്യൂസ് സോഴ്സസ് ദാറ്റ് പ്രസൻറ്റ് സ്റ്റോറീസ് ദാറ്റ് സപ്പോർട്ട് യുവർ വ്യൂസ്. നമുക്കറിയാം റിപ്പബ്ലിക് ചാനൽ, അതുപോലെ കൈരളി TV, ജനം TV, മനോരമ, മാതൃഭൂമി, അതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ടൊരു ചാനൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ വ്യൂസുമായിട്ട് വളരെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ അലൈൻ ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളല്ല ചാനലുകൾ, വാർത്താ മാധ്യമങ്ങൾ മാത്രം കാണുകയും യൂട്യൂബ് ചാനലുകൾ മാത്രം കാണുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ധാരണകൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന. അപ്പോൾ ഇത് കൺഫർമേഷൻ ബയാസ്, ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന കൺഫർമേഷൻ ബയാസ് നിങ്ങൾക്ക് പെട്ടെന്നൊരു സ്കേപ്പ് ഗോട്ടിനെ കണ്ടെത്തുന്നതിന് കാരണമാകുമെന്നാണ് നമുക്ക് അനുമാനിക്കാം. താങ്ക് യു പ്രവീൺ ബ്രോ. അപ്പോൾ ചുരുക്കത്തിൽ ഒരു കൂട്ടം ആൾക്കാർ ഒരു സംഭവത്തിൽ നിന്ന് വിട്ടുപോകുന്നതോ ഇല്ലേൽ അത് ഫോളോ ചെയ്യുന്നതോ ആ കാര്യത്തിൻ്റെ ശാസ്ത്രീയതയോ ഇല്ലേൽ അത് ഹെൽത്തി ആണെന്നതോ സൂചിപ്പിക്കണമെന്നില്ല. അപ്പോൾ ഒരു ഡയറ്ററി പാറ്റേൺ ഹെൽത്തി ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്? അത് തീർച്ചയായിട്ടും നമുക്ക് പിയർ റിവ്യൂഡ് ആയിട്ടുള്ള പേപ്പേഴ്സിൽ റിലൈ ചെയ്യുന്ന വഴി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഡയറ്ററ്റിക്സ് അസോസിയേഷനായ അമേരിക്കൻ ഡയറ്ററ്റിക്സ് അസോസിയേഷൻ വീഗൻ ഡയറ്റ്സിനെ കുറിച്ച് അവരുടെ പിയർ റിവ്യൂഡ് ആയിട്ടുള്ള പൊസിഷൻ പേപ്പറിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. It is the position of the Academy of Nutrition and Dietetics that appropriately planned vegetarian, including vegan, diets are healthful, nutritionally adequate, and may provide health benefits for the prevention and treatment of certain diseases. These diets are appropriate for all stages of the life cycle, including pregnancy, lactation, infancy, childhood, adolescence, older adulthood, and for athletes. Plant-based diets are more environmentally sustainable than diets rich in animal products because they use fewer natural resources and are associated with much less environmental damage. Vegetarians and vegans are at reduced risk of certain health conditions, including ischemic heart disease, type 2 diabetes, hypertension, certain types of cancer, and obesity. ഇതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലെ ഡയറ്ററി ബോഡീസ് അവരുടെ പൊസിഷൻ പേപ്പേഴ്സിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു അപ്രോപ്രിയറ്റ്ലി പ്ലാൻഡ് വീഗൻ ഡയറ്റ് എല്ലാ ലൈഫ് സ്റ്റേജസിനെയും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണെന്ന്. Dietitians of Canada. This position paper reviews the current scientific data related to key nutrients for vegetarians, including protein, iron, zinc, calcium, vitamin D, riboflavin, vitamin B12, vitamin A, omega-3 fatty acids, and iodine. A vegetarian, including vegan, diet can meet current recommendations for all of these nutrients. In some cases, use of fortified foods or supplements can be helpful in meeting recommendations for individual nutrients. Well-planned vegan and other types of vegetarian diets are appropriate for all stages of the life cycle, including during pregnancy, lactation, infancy, childhood, and adolescence. Even conservative bodies like the German Nutrition Society has recently revised its position on vegan diets, acknowledging the benefits of plant-based eating and the environmental impact of animal-based diets. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ NHMRC എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇനി ഈ NHMRCക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവരാണ് ഹോമിയോപ്പതി ഉടായ്പാണെന്ന് ഒഫീഷ്യലി പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തത്. അപ്പോൾ CRും ആബി ഫിലിപ്സും ആരിഫ് ഹുസൈനും ഒക്കെ ഹോമിയോപ്പതി ഡീബങ്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത അതേ സോഴ്സാണ്. അവരെന്താണ് വീഗൻ ഡയറ്റ്സിനെ കുറിച്ച് പറയുന്നതെന്ന് വായിച്ച് നോക്കിക്കോളൂ. നേരത്തെ കാണിച്ച ഡയറ്ററി ബോഡീസ് ഒക്കെ പറയുന്ന പോലൊക്കെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവരും പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് CRനെ പോലുള്ളൊരു സോ കോൾഡ് സയൻറ്റിഫിക് കമ്മ്യൂണിക്കേറ്റർ ഇങ്ങനെ ഇന്ന ആൾക്കാർ പോയി ഇന്ന ആൾക്കാർ വന്നു എന്നൊക്കെ പറഞ്ഞ് തികച്ച ആൻറ്റി സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ് ആൾക്കാരുടെ ഇടയിൽ മിസ്ഇൻഫർമേഷൻ കുത്തിവെക്കുന്നത്. ഇനി ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഇവിടെ CR ചെയ്യുന്നത് എന്താണെന്നറിയോ? ഒരു വ്യക്തി ഒരു വീഗൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന വഴി അവർക്ക് സക്സസ്ഫുൾ ആവാൻ കഴിയുവാണെങ്കിൽ അതിനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെയുള്ള മണ്ടൻ മിസ്ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, ഇല്ലേ അതിനെ കൊച്ചാക്കി കളയുക. പിന്നെ ആരെയൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവത്തെ വാഴ്ത്തിപ്പാടുക. അല്ല, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇതുപോലത്തെ ഉള്ള ബോൾഡായിട്ടുള്ള ക്ലെയിംസ് ഒക്കെ വെക്കുന്ന സമയത്ത് സയൻറ്റിഫിക് ടെമ്പർ നിറഞ്ഞു നിൽക്കുന്ന CRനെ പോലുള്ള ഒരു വ്യക്തി അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലുമൊക്കെ റിസർച്ച് പേപ്പേഴ്സോ സപ്പോർട്ടിംഗ് ഡേറ്റയോ ഇതിനോടൊപ്പം തന്നെ വെക്കേണ്ടതല്ലേ? അപ്പോൾ ഇതുപോലുള്ള ബെറ്റർ ക്വാളിറ്റി എവിഡൻസ് നമുക്ക് ഉള്ള സമയത്ത്, അതായത് ഒരു അപ്രോപ്രിയറ്റ്ലി പ്ലാൻ ബേസ്ഡ് ഡയറ്റ് വഴി നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള സയൻറ്റിഫിക് ഡേറ്റയൊക്കെ നിലനിൽക്കുകയാണ്. ഇങ്ങനത്തെയുള്ള ബയസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് അല്ല, അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, അട്ടർ മിസ്ഇൻഫർമേഷൻ ഇദ്ദേഹം സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവർക്കൊക്കെ വന്ന പ്രശ്നം അതാണ്. ഫുൾ ടൈം ബ്ലോട്ടിങ്ങും ഗ്യാസുമാണ്, ഫ്ലാറ്റുലൻസ്, എപ്പോഴും വയറിങ്ങനെ വീർത്തിരിക്കും, ഗ്യാസ്. ഇതൊക്കെ ആയപ്പോഴത്തേക്കും അവർ നിർത്തി. അതുപോലെ അവർക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. സ്ലോലി ഇവർ തിരിച്ച് ഇതിനകത്തേക്ക് വന്നു. അപ്പോൾ ഇതും പീക്ക് സയൻറ്റിഫിക് ടെമ്പർ ആയിരിക്കും അല്ലേ? നമുക്ക് സയൻറ്റിഫിക് ഡേറ്റ ഒന്നും ആവശ്യമില്ല. CR പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം. അതെ, വീഗൻസ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷുവറായിട്ടും ഗ്യാസും ബ്ലോട്ടിങ്ങും ഇതെല്ലാം ഷുവറായിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ സയൻറ്റിഫിക് റിസർച്ചും ഈ പൊസിഷൻ പേപ്പേഴ്സും, അതായത് ഒരു വീഗൻ ഡയറ്റ് ബോഡി ഫംഗ്ഷൻസ് എല്ലാം സപ്പോർട്ട് ചെയ്യും ഫോർ ഓൾ ലൈഫ് സ്റ്റേജസ്, അതൊക്കെ വെറുതെയാണ്. നമ്മൾ എന്തിനും ഇതൊക്കെ വിശ്വസിക്കുന്നു? CR എന്ന വ്യക്തി എസെൻസ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യം തന്നെ ആയിരിക്കും. മറിച്ചൊന്നുമേ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. കാരണം അതുകൊണ്ട് അവർ പറയുന്നത് സത്യമായിരിക്കും. അപ്പോൾ ഇത് വളരെ കഷ്ടമാണ്. ഇതുപോലെ കാലഹരണപ്പെട്ടുപോയ വിശ്വാസങ്ങൾ വെച്ചുകൊണ്ട് ഡേറ്റ ഒന്നുമേ പരിശോധിക്കാതെ സയൻസ് പ്രൊമോട്ട് ചെയ്യാൻ ഒരിക്കലും ഒരു വേദിയിൽ വന്നിട്ട് ഇത്രയ്ക്ക് സ്യൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ തള്ളിമറിച്ച് വെക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അതും ഓർക്കണം, യാതൊരു സപ്പോർട്ടിംഗ് ഡേറ്റയും പ്രസന്റ് ചെയ്യാതെ. ഇനി ഇതിനെപ്പറ്റിയൊക്കെ ഒരു കറക്ഷൻ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക.
ഇനി ഇദ്ദേഹം നേരത്തെ പറയാനുണ്ടായല്ലോ, ഈ വീഗൻ ഡയറ്റ്സ് ഇദ്ദേഹം കാണിച്ച കുറച്ച് അത്ലീറ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന എന്തോ തമാശയുള്ള കാര്യമാണ്. ആക്ച്വലി ഇവർക്ക് ഈസി ആയിട്ട് ഇവർക്ക് കിട്ടുന്ന മെഡലും ട്രോഫിയും കൊണ്ട് തിരിച്ച് വീട്ടിൽ പോയിട്ട് സുഖമായിട്ട് കഴിയാവുന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ, സോ കോൾഡ് സയന്റിഫിക് കമ്മ്യൂണിക്കേറ്റേഴ്സ് വരെ വിഡിത്തം വന്ന് വിളമ്പുന്ന സാഹചര്യത്തിൽ പല ആൾക്കാർക്കും ഇതുപോലുള്ള ഫാക്ട് ചെക്കിംഗ് ചെയ്യേണ്ടി വരും. ഇത്രയൊക്കെ ഡേറ്റ ഉണ്ടായിട്ടും വീഗൻ ഡയറ്റ് ഒരു കഞ്ഞി ഡയറ്റാന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർ നിലനിൽക്ക് കണ്ട് ഇതുപോലൊക്കെ പലതും കാണിച്ച് അങ്ങനെ എങ്കിലും നിങ്ങൾക്ക് കുറച്ച് ബോധ്യം വരട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരും കാണും. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഈ വീഡിയോ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് കോപ്പ് വെച്ചിട്ടായിരിക്കും ഇവർ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു സംഭവം എന്ന് വെച്ചാൽ, പാട്രിക് ബബൂമിയൻ ഈ മസിലും സ്ട്രെങ്ത് എല്ലാം ഉണ്ടാക്കിയത് നോൺ വീഗൻ ആയിട്ടിരിക്കുന്ന സമയത്താണല്ലോ. അപ്പോൾ സിയാറിൻ്റെ പൊതുവേ ഉള്ളൊരു വളച്ചൊടിക്കൽ സ്വഭാവം വെച്ച് മിക്കവാറും പറയാൻ പോകുന്നത്, ഓ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഇയാൾ നേരത്തെ നോൺ വീഗൻ ഡയറ്റ് കഴിച്ചിട്ടാണല്ലോ ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടാക്കിയത്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിന് യാതൊരു പ്രസക്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ ഒരു പ്രോപ്പർലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വീഗൻ ഡയറ്റ് ആയിരുന്നു ഫോളോ ചെയ്യുന്നത് ഫ്രം സ്റ്റാർട്ട് ഇറ്റ് സെൽഫ് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള സ്ട്രെങ്തും ഗെയിൻസും എല്ലാം ഉണ്ടാക്കാൻ സാധിച്ചേനെ. അതിനുള്ള ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ പറയുന്നതിൽ എന്തായാലും കാര്യം ഉണ്ടാകത്തില്ല. ഞങ്ങൾ എല്ലാ ലൂപ്പ് ഹോളും അടയ്ക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണത്. തീർച്ചയായിട്ടും അൺട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വീഗൻ ഡയറ്റ് കഴിച്ചെന്ന് വെച്ചിട്ട് സൂപ്പർ സ്ട്രെങ്ത് ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. ട്രെയിനിങ്ങും തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോളിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്തോരം ശരിയാണ് എന്നുള്ളതിനുപരി ഇപ്പോൾ ഉള്ള ഒരു സിനാറിയോയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സയന്റിഫിക് കമ്മ്യൂണിക്കേറ്റർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയൊക്കെ കുറച്ചെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ആദ്യം തന്നെ വിരൽ ചൂണ്ടാൻ പോകുന്നത് ലൂസി മലയാളം അല്ലെ സിയാർ എന്ന വ്യക്തിയായിരിക്കും. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ ഈ ചെയ്യുന്ന ഓരോ വീഡിയോയും വളരെയധികം പ്രാധാന്യമുള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇത് തന്നെയാണ്. ഇയാളുടെ ഈ ഒരു പോപ്പുലാരിറ്റി വെച്ച് ഇയാൾ പറയുന്നത് എന്തും കണ്ണടച്ച് ഒന്നും നോക്കാതെ വിശ്വസിക്കാൻ ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഇതുപോലെ സത്യം പുറത്തു കൊണ്ടുവരുന്ന വീഡിയോസിന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഒരു കുറെ റോസ്റ്റിംഗ് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, പക്ഷെ ആരും കണ്ടിട്ടില്ല. അതും അവർക്ക് സങ്കടമായി. ഞാൻ ലൂസിയിൽ അതെടുത്ത് പ്രചരിപ്പിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. എന്നാലേ എനിക്ക് ആരെങ്കിലും ഒക്കെ ചോദ്യം ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പറ്റൂ. അപ്പോൾ ഇനിയും കാണുന്നവരെ